നിങ്ങളുടെ ഈ വാചക കസർത്തുകൾ നിങ്ങളെ തിരിഞ്ഞുകൊത്തുകയാണ്. മലർന്നു കിടന്ന് തുപ്പിയവന്റെ മുഖത്തേക്ക് ആ തുപ്പലാഞ്ഞു പതിക്കുന്നത് പോലെ ഹുസൈൻ സലഫിയുടെ ഈ ഡയലോഗുകൾ സ്വന്തം മുഖത്തേക്ക് ആഞ്ഞു പതിച്ച് വികൃതമാവുകയാണ്. കേരളക്കാർക്ക് എത്ര എളുപ്പം ക്ലിയർ ചെയ്യാം. കേരളീയരായ നമുക്ക് എത്ര എളുപ്പം ഈ വിഷയത്തിന് പരിഹാരം നൽകാം. ഇനി ഈ പ്രദേശത്തെ മുസ്ലിമീങ്ങള് ഖുതുബ ഓതുമ്പോൾ ഏത് ഭാഷയിലാകണം എന്നതിന് തെരുവിൽ കലഹിക്കേണ്ട കാര്യമുണ്ടോ? മാലിക് ദീനാർ പള്ളിക്കൊന്ന് വെള്ളിയാഴ്ച പോയി നോക്കിയാ പോരെ? ആ പള്ളിയിൽ സാന്നിധ്യം സ്വഹാബത്തിന്റെ ഉണ്ടായിട്ടില്ലേ? പഴയങ്ങാടി പള്ളി പോയി നോക്കിയാ പോരെ? കൊടുങ്ങല്ലൂർ പള്ളി പോയി നോക്കിയാ പോരെ? എന്തിന് ഈ സമുദായം കലഹിക്കണം എന്ന് ഹുസൈൻ സലഫി എന്നെ നമ്മളോട് ചോദിക്കുന്നത്. ഞാനും എന്റെ സ്വഹാബത്തും നിലക്കൊണ്ട മാർഗമേതാണോ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് അറിയിച്ചു തന്നു. ഇനി നമ്മൾ എന്തിനാ ഇതിൽ തർക്കിക്കുന്നത്? അതാണ് ചങ്ങായിമാരെ ഞങ്ങൾ ചോദിക്കുന്നത്. ഈ വെള്ളിയാഴ്ച അറബിയിൽ ഖുതുബ ഓതുന്ന മാലിക് ദീനാർ പള്ളി ഇവിടെ ഉണ്ടാവുമ്പോ, ധർമ്മടം പള്ളി ഉണ്ടാവുമ്പോ, പഴയങ്ങാടി പള്ളി ഉണ്ടാകുമ്പോ, കൊടുങ്ങല്ലൂരിലെ പള്ളി ഉണ്ടാകുമ്പോ ഈ മലയാളികളുടെ മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ കടൽ താണ്ടി പായക്കപ്പലിൽ കാറ്റിന്റെ ഗതി അനുസരിച്ച് ജീവൻ പണയപ്പെടുത്തി കടന്നു വന്ന സ്വഹാബത്തിന്റെ കൃത്യമായ ഒരു പാഠം നമ്മുടെ മുന്നിൽ ഉണ്ടാവുമ്പോ, മദീന പള്ളി കണ്ട സ്വഹാബത്ത് നമ്മുടെ നാട്ടിൽ വന്ന് മാലിക് ദീനാർ തങ്ങളുടെ പള്ളി ഉണ്ടാകുമ്പോ എന്തിനാ നമ്മൾ അതിൽ തർക്കിക്കുന്നത്? തറാവീഹിൽ എന്തിനാ തർക്കിക്കുന്നത്? ജാറും കെട്ടണിയില്ല എവിടെയാ തർക്കിക്കുന്നത്? മാലിക് ദീനാർ പള്ളിയിലാണല്ലോ ഈ ജാറുള്ളത്, കൊടുങ്ങല്ലൂർ പള്ളിയിലല്ലേ ഈ മഖാമുള്ളത്. ആ സ്വഹാബിമാരിൽ നിന്ന് മതം പഠിച്ച മുഅ്മിനീങ്ങളല്ലേ ഈ മഖ്ബറ അവരുടേതായി സംവിധാനിച്ചത്. പിന്നെന്തിനാ നമ്മൾ തർക്കിക്കുന്നത് എന്ന് സലഫിനോടും കൂടിയാ ഞാൻ ഈ ചോദിക്കുന്നത്. പ്രശ്നം ഇവിടെ പരിഹരിച്ച് നിങ്ങളെ ഈ ജിന്നേർപ്പാടൊന്ന് പിരിച്ചുവിട്ടൂടെ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കളുടെ വഴി നമ്മളങ്ങ് പഠിച്ചാൽ പോരെ? അതെ, മതി. നിങ്ങൾ പഠിക്കണില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ ഡയലോഗ് നിങ്ങളുടെ പ്രവൃത്തിപഥത്തിൽ ഇല്ലാതിരുന്നാൽ എന്ത് ചെയ്യാനാണ്? നിങ്ങളുടെ കർമ്മ മണ്ഡലങ്ങളിൽ ഈ സ്വഹാബത്ത് നിങ്ങൾക്കില്ലാതെ പോയാൽ അത് ചെയ്യാനാണ്. അവരെ പിൻപറ്റിയ സ്വഹാബാക്കൾ എന്തൊക്കെ വിശ്വസിച്ചോ, അവരെന്തൊക്കെ വിശ്വസിച്ചു, അംഗീകരിച്ചു, ആചരിച്ചോ, അതങ്ങ് പഠിച്ചു വെച്ചാൽ മതിയല്ലോ. അതിന് എളുപ്പം സാധാരണക്കാരെ, നിങ്ങളിപ്പോ ഈ പലചരക്ക് പീടിയിൽ രാവിലെ പണിക്ക് പോകണം, മറ്റ് കൈക്കോട്ടൊത്താൻ പോകണം, ഗൾഫിൽ വിസ തീരാനയക്കും, അവിടെ പോകണം. നിങ്ങൾക്കൊക്കെ എളുപ്പത് മനസ്സിലാകാനുള്ള മാർഗം വെള്ളിയാഴ്ച മാലിക് ദീനാർ പള്ളിയിൽ പോയാൽ മതി. ആ പള്ളിയിൽ പോയിട്ട് നിങ്ങൾ അവിടെ ഒരു ദിവസം കൂടിയാൽ മതി. ആ പള്ളിയിൽ വഹാബികൾ, ആ പള്ളിയിൽ ഇന്ന് നടക്കുന്ന ആരാധനകൾ നേരത്തെ ഇല്ലായിരുന്നു എന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച ശേഷമാണ് മാലിക് ദീനാർ പള്ളിയിൽ അറബി ഖുതുബ തുടങ്ങിയത്, പെണ്ണില്ലാത്ത ജുമാ തുടങ്ങിയത്, 20 റക്അത്ത് തറാവീഹ് തുടങ്ങിയത് എന്ന് തന്റെ ഇടത്തോടെ സ്ഥാപിക്കാൻ ഈ നാട്ടിലെ വഹാബി പൗരോഹിത്യത്തിന് സാധിക്കാത്ത കാലത്തോളം വഹാബികളെ, നിങ്ങളുടെ ഈ വാചക കസർത്തുകൾ നിങ്ങളെ തിരിഞ്ഞുകൊത്തുകയാണ്. മലർന്നു കിടന്ന് തുപ്പിയവന്റെ മുഖത്തേക്ക് ആ തുപ്പലാഞ്ഞു പതിക്കുന്നത് പോലെ ഹുസൈൻ സലഫിയുടെ ഈ ഡയലോഗുകൾ സ്വന്തം മുഖത്തേക്ക് ആഞ്ഞു പതിച്ച് വികൃതമാവുകയാണ്. ഇത് തിരിച്ചറിയാൻ സംഘാടകരായ വഹാബികൾ വിശാല മനസ്സ് കാണിക്കുകയാണ് വേണ്ടത്. ആ മാർഗത്തിലൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോയാൽ, ആ മാർഗത്തിൽ നിന്ന് പഴച്ചു പോകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിചയമുള്ളത്, സ്വഹാബത്തിന് പരിചയമുള്ളത്, അതിലപ്പുറമുള്ള വിശ്വാസങ്ങളിലേക്ക് നമ്മൾ പോയാൽ, കർമ്മങ്ങളിലേക്ക് പോയാൽ അത് പഴച്ചു പോകുവാനുള്ള നിമിത്തമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വഹാബികൾ പിഴച്ചതാണ് എന്ന് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ മംഗലാപുരത്തേക്ക് എന്ന ലക്ഷ്യത്തിൽ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത് കോഴിക്കോട്ടേക്കാണ് മൗലവിമാരെ. നിങ്ങൾ കോഴിക്കോട്ടേക്ക് ഉദ്ദേശിക്കുമ്പോൾ അങ്ങോട്ടുള്ള ടിക്കറ്റ് എടുക്കണില്ല. എത്ര ഡയലോഗാണ്, എത്ര മൊഞ്ചിലാണ് ഈ മൗലവി വിളിച്ചു പറയുന്നത്. പക്ഷേ പറയുന്നത് മനസ്സിൽ തട്ടിയിട്ടില്ല, മനസ്സറിയുന്നില്ല. ഇനി ചോദിക്കട്ടെ വഹാബികളെ, സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ചൊവ്വായ വഴി എന്നാണ് അർത്ഥം. എന്തിനാണ് നമ്മൾ വഴി എന്ന് പറയുന്നത്? എന്തിനാണ് നമ്മൾ വഴി എന്ന് പറയുന്നത്? ചൊവ്വായതാണോ അല്ലേ എന്ന് നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം. ഒരു വഴിയാകണമെങ്കിൽ അതിന് ചില രീതികൾ വേണ്ടേ? നമ്മുടെ മുന്നിലൂടെ ഒരു റോഡ് പോകുന്നുണ്ട്, ആ റോഡിലൂടെ വാഹനങ്ങൾ, അതിനെ നമ്മളൊരു റോഡ് എന്ന് പറയുന്നത് എപ്പോഴാ?
ആ റോട്ടിലൂടെ അങ്ങോട്ടും ലക്ഷ്യത്തിലേക്ക് പോകാൻ സ്ഥലം പ്രത്യേകമായുള്ളത് വേണം, ഇങ്ങോട്ടും പ്രത്യേകിച്ച് സ്ഥലം വേണം. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ കഴിയാതെ ഒരു കറുത്ത സ്ഥലം ഇങ്ങനെ കണ്ടാൽ അത് ഗ്രൗണ്ടേ ആകുള്ളൂ. റോഡാകണമെങ്കിൽ അതിന്റെ മുന്നിലും അതിന്റെ ബാക്കിലും വീണ്ടും സ്ഥലങ്ങൾ ആവശ്യമാണ്. അതായത് ഒരു വഴിയാകണമെങ്കിൽ ആ വഴിയെ പിന്തുടരുന്ന ഒരു വിഭാഗം അതിന്റെ മുൻഗാമികളായി വേണം, ആ വഴി പിന്തുടരുന്ന ഒരു വിഭാഗം അതിന്റെ പിൻഗാമികളായിട്ടും വേണം. ആ പ്രത്യേക വഴി എന്ന് നമ്മൾ ഒരു സംഗതിയെ കുറിച്ച് പറയുന്നത് ഒരു പ്രത്യേകമായ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ തെരഞ്ഞെടുത്ത ഒരു സ്ഥലമാണ് സഹോദരന്മാരെ വഴി എന്ന് പറയുന്നത്. അത് വഴിയാണ്. ആ വഴിയിലേക്ക് ഇന്നലകളിൽ ആളുകൾ പോയത് ആ സ്ഥലത്തിലൂടെയാണ്, ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നതും അതിലൂടെയാണ്, ഇനി നാളെ ആ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ളതും അതിലൂടെയാണ്. അപ്പോഴല്ലേ അത് സിറാത്താവുകയുള്ളൂ, അപ്പോഴല്ലേ അത് ത്വരീഖാവുകയുള്ളൂ, അപ്പോഴല്ലേ അത് വഴിയാവുകയുള്ളൂ. എന്നാൽ വഹാബികളെ സംബന്ധിച്ചിടത്തോളം ചൊവ്വായ വഴി എന്നത് പോയിട്ട് വഴി എന്ന് പോലും വഹാബികളെ കുറിച്ച് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇവിടെ പ്രസംഗിച്ച ഹുസൈൻ സലഫി പറയുന്ന ആശയമല്ല, ഹുസൈൻ സലഫിക്ക് മുമ്പുള്ള മൗലവിമാർ ഇതേ വഹാബികളുടെ സ്റ്റേജിൽ പറയുക. ഇന്നലെ ഇവിടെ ഹുസൈൻ സലഫി സംസാരിച്ച ആശയമായിരിക്കില്ല ഇനി അടുത്ത തലമുറ ഇതേ വഹാബി വേദിയിൽ വിളിച്ചു പറയുക. പിന്നെങ്ങനെയാണ് അത് വഴിയാകുക? പിന്നെ എങ്ങനെയാണ് അത് സിറാത്താകുക? സിറാത്തായിട്ട് വേണ്ടേ മുസ്തഖീമാകാൻ? നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, 1920കളിൽ വഹാബി പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കിയ KM മൗലവിയെ, വക്കം മൗലവിയെ പോലെയുള്ള മൗലവിമാരുടെ അള്ള ഏതാണ്? ആ അള്ളാഹുവിനെ കുറിച്ച് വക്കം മൗലവി തന്നെ തന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അന്നത്തെ അള്ളാഹുവിനെ സംബന്ധിച്ച് സഹോദരന്മാരെ എന്തായിരുന്നു KM മൗലവിയും വക്കം മൗലവിയും ഒക്കെ വിശ്വസിച്ചത്? വക്കം മൗലവിയുടെ പുസ്തകമാണ് നിങ്ങൾ കാണുന്നത്. ആ പുസ്തകത്തിൽ ഞാൻ ചുരുക്കി പറഞ്ഞു പോകാൻ, വക്കം മൗലവി വിശ്വസിച്ച അള്ളാഹ് തന്റെ പുസ്തകത്തിൽ അയാൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ അള്ളാഹ്ക്കൊരു പ്രത്യേക സ്ഥലമില്ല, ആ അള്ളാഹ്ക്കൊരു ഇടമില്ല, ആ അള്ളാഹു പ്രത്യേകമായ സ്ഥലത്തെ ആശ്രയിക്കുന്ന ആളല്ല. എന്തുകൊണ്ട്? അതൊക്കെ ഉണ്ടാകുന്നതിന്റെ മുമ്പേ ഉള്ള ആളാണ് അള്ളാഹു. ഇതാണ് വക്കം മൗലവിയുടെ അള്ള. ഇത് സിറാത്ത് ആകണമെങ്കിൽ ആ വക്കം മൗലവിയുടെ അള്ള ഇന്ന് ഹുസൈൻ സലഫിന്റെ പോക്കറ്റിൽ വേണ്ടേ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇതൊരു വഴിയാകുക? സഹോദരന്മാരെ, ഇന്നത്തെ മൗലവിമാര് പറയുന്ന എന്താ? അന്നത്തെ വക്കം മൗലവി പറഞ്ഞു അള്ള ആകാശത്താന്ന് പറയരുത്, ഭൂമിയിലാന്ന് പറയരുത്, അള്ളാഹുവിന് സ്ഥലം ആവശ്യമില്ല. ഇന്നത്തെ മൗലവിമാര് പറയുന്നതോ അള്ള ആകാശത്താണ്. എങ്ങനെ അല്ലെ? പിന്നെ എല്ലായിടത്തിലും എങ്ങനല്ലേ? എല്ലായിടത്തും അല്ല. അത് മൗലവിമാര് നമ്മളെ വക കരിഞ്ചന്തണ്ടാക്കാൻ. അല്ല എല്ലായിടത്തുമല്ല, അള്ളാഹു ഒരിടത്തുമല്ല, അള്ളാഹുവിന് ഇടങ്ങൾ ആവശ്യമില്ല. ഇങ്ങനെ 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 ആർക്കും മനസ്സിലാവും. അപ്പോ അള്ളാഹു ഉപരിലോകത്താണെന്ന് പഠിപ്പിക്കുന്നത് ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് കട്ടായം. എന്നാ പോകട്ടെ സഹോദരന്മാരെ, ചുരുങ്ങിയത് വക്കം മൗലവിനെയും പഠിപ്പിക്കണ്ടേ? എന്താണ് വഹാബികളെ നിങ്ങൾക്ക് ഇത് മനസ്സിലാകാത്തത്? ഈ മുസ്ലിം സമുദായത്തിന്റെ നെഞ്ചിൽ കയറി നിന്ന് ഞങ്ങളുടെ അള്ളാഹുവിലുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ വരുന്ന വഹാബികളെ, നട്ടലുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളൊരു സിറാത്തെങ്കിലുമാണെന്ന് സ്ഥാപിക്കാൻ വക്കം മൗലവി പഠിപ്പിച്ച അള്ളാഹു നിങ്ങളുടെ കൽബിലുണ്ടോ? നിങ്ങളുടെ വായയിലുണ്ടോ? എഴുത്തിലുണ്ടോ? നിങ്ങളുടെ നോക്കിലുണ്ടോ? പിന്നെ എങ്ങനെ അതൊരു വഴിയാകുക? ഇന്നലകളിലെ തുടർച്ച അതിനില്ല. ഇനി നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, അതേ മൗലവിമാർ, അമാനി മൗലവി പറയാണ് അള്ളാഹു അർശിൽ ഇരിക്കുകയാണ് എന്ന് പറയരുത്. അള്ളാഹു അർശിൽ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫാത്തുകളെ നിഷേധിക്കലാണ്, അഥവാ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന വിശ്വാസമാണ്. ഇത് അമാനി മൗലവിയുടെ അള്ളയാണ്. എന്നാൽ ആ അമാനി മൗലവിയുടെ കുറച്ച് പിന്മുറക്കാരനായ ആ ഉമർ മൗലവി തന്റെ പുസ്തകത്തിൽ പറയുന്നതോ അല്ലാഹ് ആകാശത്താണ് എന്ന് തന്നെ പറയണമെന്നാണ്. കണ്ടങ്ങള്, ഇതെങ്ങനെയാണ് വഴിയാകുക? പിന്നല്ലേ ചൊവ്വായതാണോ അല്ലേ എന്ന് പരിശോധിക്കണ്ട്. ഇത് വഴി പോലും അല്ല. നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, ഉമർ മൗലവി പറയാണ് അല്ലാഹ് ആകാശത്താണ്, എന്നാൽ അമാനി മൗലവി പറയാണ് അല്ലാഹ് ആകാശത്തല്ല. ഇങ്ങനെയുള്ള
വൈരുദ്ധ്യങ്ങൾ എങ്ങനെ വന്നു? ഇനിയോ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വയൗമ യുക്ശഫു അൻ സാഖ്. അല്ലാഹു തആല പാരത്രിക ലോകത്തെ അപകടങ്ങളെ, പാരത്രിക ലോകത്തെ ഭയാനകതയെ അല്ലാഹു തആല വിശദീകരിച്ച ഒരു ആയത്താണ്. ആ ആയത്തിന്റെ നേരെ ഭാഷാപരമായ അർത്ഥം നോക്കിയാൽ എന്താ വരിക? അള്ളാഹുവിന്റെ കണങ്കാല് വെളിവാക്കപ്പെടുന്ന ദിവസം എന്നാണ് അതിന് ഭാഷാപരമായി നോക്കിയാൽ കിട്ടുന്ന അർത്ഥം. പക്ഷെ അള്ളാഹുവിന് കണങ്കാലില്ല, ഉണ്ടെന്ന് പറയാനും പാടില്ല. അതുകൊണ്ട് അതിന് ആലങ്കാരികമായ ആശയ വ്യാഖ്യാനങ്ങൾ മഹാന്മാര് നടത്തിയിട്ടുണ്ട്, അള്ളാഹുവിനോട് യോജിച്ച വ്യാഖ്യാനങ്ങൾ. അങ്ങനെ മുജാഹിദ് മൗലവിയായ ഉമർ മൗലവി തന്നെ തന്റെ പരിഭാഷയിൽ എഴുതുകയാണ്. എന്താണ് വയൗമ യുക്ശഫു അൻ സാഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? അദ്ദേഹം പറയാണ്, വിഷമം കൊടുമ്പിരി കൊള്ളുന്ന നാള്. വയൗമ യുക്ശഫു അൻ സാഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന് കണങ്കാലുണ്ട് എന്നല്ല, മറിച്ച് അള്ളാഹു തആല പാരത്രിക ലോകത്തെ പേടിയെ കുറിച്ച് പറയാൻ. ഞങ്ങളെ നിലമ്പൂരൊക്കെ ആളുകൾ പറയും പേടിച്ചോടുന്നതിനെ കുറിച്ച് മടക്കുത്തി മണ്ടുക. ഇതുപോലുള്ള ഒരു പ്രയോഗമാണ് ആ നടത്തിയത് എന്ന് ഉമർ മൗലവി പറയാണ്. സഹോദരന്മാരെ, ഇത് തന്നെ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരി എന്ന് പറയുന്ന ഇവിടെ പ്രസംഗിച്ച ജിന്ന മുജാഹിദുകളുടെ നേതാവും പറയാണ്. അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹ് കണങ്കാലുണ്ട് എന്നൊന്നുമല്ല, മറിച്ച് പാരത്രിക ലോകത്തെ ഭയത്തെ കുറിച്ചാണ് ആ പറയുന്നത്. ഇത് ഖുർആനിലായി കുതിരവിടലേ? നിങ്ങളാണോ ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വരുന്നത്? അള്ളാഹുവിനെയാണ് നിങ്ങൾ പന്ത് തട്ടുന്നത്. നിങ്ങളാണോ ഞങ്ങൾക്ക് തൗഹീദ് പഠിപ്പിക്കാൻ വരുന്നത്? എത്ര സ്റ്റേജുകളിൽ വഹാബികളെ നിങ്ങളെ അണ്ണാക്കിലേക്ക് നിങ്ങളുടെ ദൈവവിശ്വാസത്തിലെ വൈരുദ്ധ്യങ്ങൾ ഞങ്ങൾ തള്ളി തന്നു. എന്തേ നിങ്ങളൊരു മറുപടി ഛർദിക്കാത്തത്? നാട്ടിലുണ്ടെങ്കിൽ മറുപടി പറ. എന്തുകൊണ്ടാണ് നിങ്ങൾ കാഴ്ചക്ക് ഓരോ വിധം ദൈവങ്ങൾ ഉണ്ടാകുന്നത്? ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ കാർട്ടൂണല്ല. നിങ്ങളൊക്കെ ഇവിടെ കണങ്കാലില്ല എന്ന് തന്നെ ആലങ്കാരികമായി കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരും വ്യാഖ്യാനിക്കുകയാണ്.